ഹലോ ഗൈസ്, അപ്പൊ നമ്മളെ ഫാമിലിയിലേക്ക് ഒരു പുതിയൊരു മെമ്പറിയും പാടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു മൈക്കും കൂടി, ഒരു പുതിയ മൈക്കും പാടെ നമ്മൾ പുതിയതായിട്ട് വാങ്ങിയിട്ടുണ്ട്. സംഭവം എന്താ വെച്ചാലേ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് ഓടിയത് നമ്മളെ മുളന്തുരുത്തി ആ ഭാഗത്തു നിന്നായിട്ട് നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് ഒരു ഫാമിലി ആയിരുന്നു കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഇവിടെ എത്തിയിട്ട് ഗൂഗിൾ പേ ചെയ്യാൻ ഫോണിൽ ചാർജ് ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ചാർജർ ഒന്ന് വേണമെന്ന് പറഞ്ഞപ്പോ ആൾക്ക് ഫോണ് കുത്തിവെക്കാൻ ചാർജർ കൊടുത്ത്. ചാർജ് ചെയ്തിട്ട് ഇവിടെ നമ്മുടെ ഫ്രണ്ട് സീറ്റിലാണ് ഫോൺ വെച്ചത്. അപ്പൊ അവരിങ്ങനെ പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ഫോണ് അവിടെ ഷോപ്പിൽ കൊടുത്തപ്പോൾ നല്ല റേറ്റ് ഉണ്ട് ശരിയാക്കാൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എത്താൻ നേരത്തെ പിന്നെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അയ്യോ ചാർജ് കയറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ആളെ ഫോണിന് അങ്ങനത്തെ എന്തോ ഒരു ഇഷ്യൂ ആയിരിക്കും ചിലപ്പോൾ, എന്താണ് കംപ്ലൈന്റ് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ അതുവരെ ചാർജ് ചെയ്തപ്പോൾ റെഡി ആയിരുന്നു എന്റെ ചാർജർ. കാരണം ഞാൻ അയാൾക്ക് കൊടുത്തപ്പോൾ എന്റെ മൊബൈലിൽ കുത്തി വെച്ചതായിരുന്നു എന്റെ മൊബൈൽ. അതിൽ നിന്ന് ഊരിയിട്ടാണ് ഞാൻ കൊടുത്തത്. അപ്പൊ എന്ത് ചെയ്ത് ലാസ്റ്റ് നമ്മൾ HMT പമ്പിൽ നിന്നാണ് CNG അടിച്ചത്. അവിടുന്ന് ഏതായാലും ഞാൻ എന്റെ ചാർജറിനെ എപ്പോഴും ഒരു ഫ്രീ ടൈം കൊടുക്കല്ലേ, അപ്പൊ എയർപോർട്ട് കണക്ട് ആക്കിയിട്ടുണ്ട്. അല്ലാത്ത സമയത്ത് നമ്മൾ രാവിലെ ഇറങ്ങുമ്പോൾ ഫാന് ചാർജ് ചെയ്യും. കാരണം രാവിലെ ഇറങ്ങുമ്പോൾ ഇതിന് 2 മൊബൈലും ചാർജിങ് ആയിരിക്കും. പിന്നെ എയർപോർട്ടിലും ചാർജ് ഉണ്ടാവും, മൈക്കിലും ചാർജ് ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് ഫാന് ചാർജ് ചെയ്യും, പിന്നെ ഫുള്ള് മൊബൈലിലേക്കാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഞാൻ ഏതായാലും വെറുതെ കിടക്കണ്ട, മൈക്കിൽ കണക്ട് ചെയ്ത് വെക്കാം, ചാർജ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് CNG അടിച്ചതിന് ശേഷം ഞാൻ മൈക്കിലാണ് കണക്ട് ചെയ്ത് ഉടനെ ആകെ ഒരു പുകയാണ് വന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പൊ സാധനം അടിച്ചു പോയി. എനിക്ക് തോന്നുന്ന ആളെ ഫോണിന് വല്ല ഷോർട്ട് എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ അത് ഈ ചാർജർ നമുക്ക് പിടിച്ചിട്ട് എന്തെങ്കിലും ആയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മളെ അന്ന് മൈക്ക് കംപ്ലൈന്റ് ആയി. അപ്പോൾ അതില് ഒരു മൈക്ക് കംപ്ലൈന്റ് ആയി, പിന്നെ അതിന്റെ ബോക്സും കംപ്ലൈന്റ് ആയി. പിന്നെ അതിൽ വർക്കിംഗ് ആയിട്ടുള്ളത് അതിന്റെ മൈക്കിന്റെ റിസീവർ ഉണ്ടാവും, ഈ ഫോണിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു സാധനം, അത് മാത്രമേ ഉള്ളൂ വർക്കിംഗ്. പിന്നെ ഒരു മൈക്കും വർക്കിംഗ്. പക്ഷെ അത് അതിൽ കാര്യമല്ല, നമ്മൾ ആ ബോക്സിൽ ഇട്ടിട്ടാണ് ഈ സാധനം ചാർജ് ചെയ്യുക. നമ്മൾ എയർപോർട്ട് യൂസ് ചെയ്യണ മാതിരി ബോക്സ് കംപ്ലൈന്റ് ആയതുകൊണ്ട് പിന്നെ നമുക്ക് ഒരു മൈക്ക് ആയിട്ടും കാര്യമില്ല. ഒരു മൈക്ക് ചാർജ് ചെയ്യുമ്പോൾ ഞാൻ അടുത്ത മൈക്ക് എടുക്കലാണ്. അപ്പൊ അതിൽ പിന്നെ ചാർജ് ആവോളം വെയിറ്റ് ചെയ്യലും നടക്കൂല. അപ്പൊ അങ്ങനെ നമുക്കൊരു പുതിയ മൈക്കിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊരു 2 ദിവസം 3 ദിവസം ചിലപ്പോൾ 4-5 ദിവസം ഒക്കെ എടുക്കും. അപ്പൊ നമ്മൾ പള്ളിമുക്ക് പോയിട്ട് നമ്മളെ മൊബൈലിന്റെ സ്പെയർ ഒക്കെ എടുക്കുന്ന കടയിൽ നിന്നാണ് പോയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് വലിയ റേറ്റ് ഒന്നും ഇല്ല. എന്തായാലും നമ്മള് ഫസ്റ്റ് വാങ്ങിയതിനെക്കാട്ടിലും ഒന്ന് വില കൂടിയതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത്. അതിനെക്കാട്ടിലും ഒന്ന് വില കൂടിയതാണ് ഇപ്പൊ വാങ്ങിയിട്ടുള്ളത്. നമ്മളിങ്ങനെ അപ്ഗ്രേഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതേ മോഡൽ വേറൊന്നുണ്ട് എല്ലാ യൂട്യൂബേഴ്സിന്റെ ഒക്കെ കയ്യിലുള്ള ഒരു ഇതേപോലെ തന്നെ. ഇതാ നമ്മുടെ മൈക്ക് ഇപ്പൊ റൗണ്ടിലാണ് സാധനം ഉള്ളത്. അപ്പൊ ഇതേപോലെ തന്നെ റൗണ്ടിലുള്ള മൈക്കാണ് ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഇതല്ല, അതിന് ഏകദേശം ഒരു 14-15 ഉറുപ്പ്യ ഉണ്ട്. അപ്പൊ നമ്മളെ കൊണ്ട് താങ്ങൂല. അപ്പൊ നമ്മളതിലെത്തും അങ്ങനത്തെ വാങ്ങണം നമുക്ക്. ഇപ്പൊ നമ്മളിങ്ങനെ അപ്ഗ്രേഡ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഏകദേശം അത് അതിന്റെ ബോക്സും ഇതേപോലെ തന്നെയാണ്. ഇതിലെന്താ വ്യത്യാസം വെച്ചാൽ ഇതിന്റെ അകത്തുള്ള പോലെ തന്നെയാണ് ആ മൈക്ക്. ഹോളിലാർക്കോ അങ്ങനെ എന്താണ് ആ മൈക്കിന്റെ പേര്. അപ്പൊ ഇതിനെന്താ വെച്ചാല് ഈ മൈക്കൊക്കെ കുറച്ചും കൂടി വലിപ്പം കൂടുതലാണ് റൗണ്ട്. മറ്റേതിന് ഇത്രയും കൂടി വലിപ്പമില്ലാന്ന് തോന്നണേ. പിന്നെ മറ്റേത് മാഗ്നറ്റ് ആണ്, ബാക്കിൽ ഇത് നമുക്ക് ക്ലിപ്പ് ആയിട്ടാണ് വരുന്നത്. ബാക്കിയൊക്കെ നമുക്ക് സെയിം തന്നെയാണ്. പിന്നെ അതിലും ഉണ്ടാവും ഇതേപോലെ ഒരു യെല്ലോ ബട്ടന്, നോയിസ് ക്യാൻസലേഷൻ മാറ്റണത്. അതേപോലെ ഇതും നമ്മൾ ഈ ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ചാർജ് ആവും. പിന്നെ ഈ ബോക്സിൽ വേറെ പ്രത്യേകതയും പാടുണ്ട്. നമ്മളെ ഈ ബോക്സിൽ എത്ര ചാർജ് ഉണ്ട് എന്ന് ഇവിടെ കാണിക്കും. ഇതുണ്ടോ, ഈ ബോക്സിലുള്ള ചാർജും കാണിക്കും. പിന്നെ ഈ സൈഡിലുണ്ടോ ഒരു ഗ്രാഫ് ഇങ്ങനെ പൊന്തന്, അത് ഓരോ മൈക്കിന്റെ ചാർജാണ്. 2 മൈക്ക് ഉണ്ടാവും, 2 ഗ്രാഫ് ഉണ്ട്. പിന്നെ ഈ ബോക്സ് നമുക്ക് കുത്തിയേക്കുമ്പോൾ ഇതിൽ 100 വരെ ചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് കാണാൻ കഴിയും ഈ ബോക്സിൽ എത്ര ചാർജ് ഉണ്ടെന്ന്. അത് മറ്റേ ബോക്സിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനെക്കാട്ടിലും ഒന്നും കൂടി വില കൂടിയ സാധനമാണിത്. എന്നിട്ട് ഞാൻ ഏതായാലും മൈക്ക വാങ്ങിയതാണല്ലോ, ഈ കേബിൾ പിന്നെ കുറച്ച് നേരത്തിന് വർക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ റൂമിലൊക്കെ കൊണ്ടുപോയി മറ്റേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കേബിൾ വർക്കിംഗ് തുടങ്ങി. ഞാൻ കരുതി കാറിന്റെ മറ്റേ അഡാപ്റ്റർ ഉണ്ടല്ലോ അതാണ് കേട് വന്നിക്കണേന്ന് വിചാരിച്ചു. അതാണെന്നുണ്ടെങ്കിൽ അതിനെന്തായാലും ഒരു 300-400 രൂപേന്റെ സാധനം, നല്ല സാധനമായിരുന്നു. നമ്മൾ വണ്ടി വാങ്ങിയപ്പോ ഓണർ അതിന്റെ കൂടെ തന്നതായിരുന്നു, നല്ലൊരു സാധനമാണ്. അപ്പൊ എന്നിട്ട് ഞാൻ ഏതായാലും പുതിയ മൈക്ക് വാങ്ങിയതല്ലേ, അപ്പൊ ഇതിനൊന്ന് ഓപ്പറേഷൻ ചെയ്യാന്ന് വിചാരിച്ച് മൊബൈൽ ഷോപ്പ് കൊണ്ടുപോയിട്ട് നമ്മൾ റിപ്പയർ ചെയ്യാൻ നോക്കിയേക്ക്. പക്ഷെ അതിൽ എത്ര ഊരാൻ നോക്കിയിട്ട് കിട്ടണില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഏതായാലും ഇനിയിപ്പോ യൂസ് ചെയ്യില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അതിനാണ് ഓപ്പറേഷൻ ചെയ്ത്. നമ്മളെ അയൺ എടുത്തിട്ട് അയൺ ബോക്സ് വെച്ചിട്ട് അതിനെ ഉരുക്കിയിട്ടാണ് സാധനം എടുത്തത്. അങ്ങനെ അത് എടുത്ത് അപ്പൊ എന്താ വെച്ചാൽ അത് മൊത്തത്തിൽ ഒരു പുകയാണ് വന്നിക്കായിരുന്നു. നമ്മൾ CNG പമ്പിലായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അവിടുന്ന് CNG പമ്പിൽ നിന്ന് പുറത്തിറങ്ങി. കാരണം നമ്മളെ HMT പമ്പ് വെറും CNGന്റെ മാത്രം പമ്പായോണ്ട് അവിടെ ആ CNG കൊണ്ടുവരുന്ന വണ്ടി തന്നെ ഉണ്ടാവും ഒരു 8-9 വണ്ടിയാണ്. ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ 2-3 വണ്ടി ഉണ്ടായിരുന്നു. പിന്നെ എന്താ ചെറിയ എന്തെങ്കിലും സ്പാർക്ക് വന്നു കഴിഞ്ഞാല് മൊത്തം ഗ്യാസ് അല്ലേ. പിന്നെ ഈ വണ്ടിന്ന് പൈപ്പ് ഇടുമ്പോഴൊക്കെ കുറച്ച് ഗ്യാസ് പുറത്തേക്കൊക്കെ പോകും. പിന്നെ മൊത്തത്തിൽ അവിടെ CNG ആണ്. അപ്പൊ എന്തെങ്കിലും പ്രശ്നം വേണ്ടിട്ട് ഞാൻ അവിടുന്ന് വേഗം എസ്കേപ്പ് അടിച്ച്. പിന്നെ അങ്ങനെ നമ്മള് ഷോപ്പിൽ നിന്ന് അതിനെ റിപ്പയർ ചെയ്ത് ആദ്യം ഒരു മൈക്ക് മാത്രം ഊരി നോക്കി. അതില് കാര്യമല്ല, ആ മൈക്കിന്റെ ബോർഡ് എന്തോ പോയിട്ടുണ്ട്. പിന്നെ നമ്മളെ ബോക്സ് ഉണ്ടല്ലോ, ആ മൈക്കിന്റെ ബോക്സ് ഉണ്ടായിരുന്നല്ലോ, അത് ഊരിയിട്ട് നമ്മൾ ആദ്യം ബാറ്ററി മാറ്റി നോക്കി. അതിന്റെ വേറെ മോഡൽ ബാറ്ററി ഉണ്ടായിരുന്നു. ആ ബാറ്ററി നമ്മൾ വേറെ വെച്ച് നോക്കി, വർക്ക് ആവണില്ല. ചാർജ് കറക്റ്റായിട്ട് ചാർജ് കൊടുക്കുമ്പോൾ
നമ്മളെ എയർപോർട്ട് മറ്റേ മൈക്ക് ചാർജ് കയറുന്നുണ്ട്. അപ്പൊ ആ കണക്ഷനുകളൊക്കെ ഓക്കെയാണ്. പക്ഷെങ്കിൽ ഇതിൽ സ്റ്റോറും ചെയ്യണില്ല, സ്റ്റോർ ചെയ്തത് പിന്നീട് മൈക്കൊക്കെ കൊടുക്കണമില്ല. അതിന്റെ ഒരു സംഭവം പോയിക്കണം. അപ്പൊ അതിന്റെ ആ ബോർഡിന്റെ പ്രശ്നമാണത്. ബാറ്ററിയും വർക്കിംഗ് ആണ്, ബാക്കി എല്ലാ കണക്ടറൊക്കെ വർക്കിംഗ് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അതിന്റെ ഐസി ഉണ്ട്, ഐസി ഒക്കെ ഊരിയിട്ട് ഒന്നും കൂടി ഫിറ്റ് ചെയ്ത് വെച്ചു. കാരണം നമുക്ക് അതിന്റെ ഐസി ഒന്നും തിരഞ്ഞെടുക്കാൻ പറ്റൂല, ചെറിയ വിലന്റെ മൈക്കല്ലേ. ഫോണിന്റെ വല്ല ഐസി ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ അതുപോലെ വെച്ചു, നടക്കണില്ല. അപ്പൊ അതിന്റെ ബോർഡ് പോയിട്ടുണ്ട്, ചെറിയ ബോർഡല്ലേ. അപ്പൊ അതിമൊന്നും ഇനി സമയം കളഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അന്ന് തന്നെ നമ്മൾ പള്ളിമുക്ക് പോയിട്ട് വേഗം ഒരു പുതിയ മൈക്കും വാങ്ങി. അപ്പൊ അങ്ങനെ ഇനി ഇത് യൂസ് ചെയ്ത് നോക്കട്ടെ, ഇത് എന്താ അവസ്ഥ നമുക്ക് നോക്കി നോക്കാം. ഇതൊന്നും കൂടി കൂടുതൽ കാലം നിൽക്കുമെന്ന് വിചാരിക്കുക. പിന്നെ നമ്മളൊരു മറ്റേ സ്പ്രേ പെയിന്റ് മാട വാങ്ങിയിട്ടുണ്ട്, അത് ഇന്ന് വാങ്ങിയതാട്ടോ. അത് നമ്മള് റിമ്മൊക്കെ അടിക്കാനാണ്. റിമ്മ് നമ്മളെ സ്റ്റെപ്പിന് റിമ്മ് എടുത്തപ്പോഴേ ഒന്ന് വൈറ്റ് കളറാണ്. ഞാൻ അതിന്റെ മുമ്പ് സ്പ്രേ പെയിന്റ് അടിച്ചപ്പോ അപ്പൊ ഈ റൈറ്റ് സൈഡത്തെ ഫ്രണ്ടത്തെ മാത്രം വൈറ്റ് ആണ്. പിന്നെ ബാക്കി ലിമത്തൊക്കെ കുറച്ച് കളർ പോയിട്ടുണ്ട്. അപ്പൊ എല്ലാത്തിനും ഒന്ന് ബ്ലാക്ക് അടിക്കണം. അപ്പൊ ഓക്കെ. അപ്പൊ ഇപ്പൊ സമയം 10:36 രാത്രി ആട്ടോ. നമ്മള് വണ്ടിയിലാണ്. ഇന്നൊരു 300 റുപ്യക്ക് ഓടിയിട്ടുള്ളൂ. ഇന്ന് ഓട്ടം ഉണ്ടായിരുന്നില്ല, ഇന്ന് വെനസ്ഡേ ആണ്. അപ്പൊ നാളെ രാവിലെ തന്നെ ഇറങ്ങാൻ ഒരു പ്ലാനിലാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിർത്തി പോകുന്നത്. ഇന്ന് വെറും 300 റുപ്യക്ക് ഓടിയിട്ടുള്ളൂ 2 ട്രിപ്പ്. അപ്പൊ ഏതായാലും ഓക്കെ, ഗുഡ് നൈറ്റ്.